ഇന്ന് നമുക്കുണ്ടല്ലോ വളരെ എളുപ്പത്തിലൊരു സാമ്പാർ തയ്യാറാക്കിയാലോ. അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് കണ്ടിച്ചേമ്പിൻ്റെ താളാണ്. അതിൻ്റെ 2 തണ്ട് താളെടുത്തിട്ട് നല്ല രീതിയിൽ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി എടുത്തിട്ട് നീളത്തിൽ അരിഞ്ഞതാണ് കേട്ടോ. എന്നിട്ട് നമുക്കത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനാവശ്യമായിട്ട് കുറച്ച് ഉപ്പ് വേണം, അത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ചുമന്നുള്ളി അതും ഇട്ട് കൊടുക്കാം. പിന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് അതും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ താള് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിനാവശ്യമായിട്ട് വേണ്ടത് ഒരു വലിയ ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ്. പിന്നെ നമുക്ക് ചെറിയ ടീസ്പൂണോളം 2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഒരു മുറി തേങ്ങ ചുരണ്ടിയത് അത് നമുക്ക് ചീനിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ വെള്ളം വറ്റിയെന്ന് കാണുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കരിയാത്ത രീതിയിൽ നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കാം. അതൊരു ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കരിയാത്ത രീതിയിൽ അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉലുവയും ഒരു ചെറിയ കഷ്ണം കായവും ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങ വറുത്തയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് ചൂടാറി കഴിയുമ്പോൾ നമുക്കതൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യമായിട്ട് വേണ്ടത് കുറച്ച് വാളംപുളിയാണ്. അത് നമുക്ക് നെല്ലിക്ക വലിപ്പത്തിൽ കുറച്ച് വാളംപുളി എടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നീക്കം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു അരിപ്പ് എടുത്തിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഈ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ചൂടാറിയെന്ന് കാണുമ്പോൾ നല്ല രീതിയിൽ അതൊന്ന് ഞെരടിയെടുക്കാം. എന്നിട്ട് നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടും വെളിച്ചെണ്ണ ഇട്ടിട്ട് കടുക് പൊട്ടിക്കാം. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് കൊല്ലമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഉള്ളിയും വേപ്പിലയും നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന താള് ചീനിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളി ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ചൂടുവെള്ളത്തിൽ ജാറൊക്കെ ഒന്ന് കഴുകി നമുക്ക് ചീനിച്ചട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കിതിന് ആവശ്യമായിട്ട് വേണ്ടത് അല്പം ശർക്കരയാണ്. അതൊരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ ഇടുമ്പോൾ. അപ്പോൾ ഇച്ചിരി ശർക്കര അതിനായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ല രീതിയിൽ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയോളം നമ്മുടെ സാമ്പാർ റെഡിയായി. നമുക്ക് കറിയൊന്നുമില്ലെന്നും പറഞ്ഞ് വിഷമിച്ചിരിക്കേണ്ട. നമ്മുടെ വീട്ടിൽ ചേമ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ തണ്ടൊക്കെ എടുത്ത് ഇങ്ങനെ സാമ്പാറൊക്കെ വെക്കാം. പച്ചക്കറിയൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി നമ്മുടെ പറമ്പിൽ നിന്ന് 2 താളെടുത്ത് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം.